എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വഞ്ചനാട് കിച്ചൻ. ഐ ആം ഷെഫ് ബിനോജ്. ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ അല്ല, ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ്റെ ജഡ്ജായിട്ട് പോവുകയാണ്. നമ്മൾ 3.5 മണിക്കൂറിന് ശേഷം നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ വെന്യൂ ഉണ്ടോ, ഇതൊരു മലയാളിയുടെ ഹോട്ടലാണ്. മാഞ്ചസ്റ്ററിലെ ട്രഫോർഡ് ഹോൾ ഹോട്ടൽ. ആ മലയാളി മറ്റാരുമല്ല, അനൂപ് ചേട്ടനാണ്. അവരൊരു ചെയിൻ ഹോട്ടലാണ് കേട്ടോ. ഇവർക്ക് 3-4 ഹോട്ടൽ വേറെയുണ്ട്. UK ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായ കൈരളി UK നടത്തുന്ന ഒരു ഫുഡ് കോമ്പറ്റീഷന് ജഡ്ജായിട്ട് എനിക്കൊരു ക്ഷണം കിട്ടി. സംഭവം നടക്കുന്നത് മാഞ്ചസ്റ്ററിൽ വെച്ചാണ്, ഫുട്ബോളിൻ്റെ ഈറ്റില്ലമായ മാഞ്ചസ്റ്ററിൽ വെച്ച്. ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് നവീനാണ്. ഇന്നത്തെ ഈ ഫുഡ് കോമ്പറ്റീഷൻ്റെ ഫസ്റ്റ് കിട്ടുന്നവർക്കുള്ള പ്രൈസ് മണി സ്പോൺസർ ചെയ്തിരിക്കുന്നത് സുനീഷ് മച്ചാനാണ്. സുനീഷ് മച്ചാൻ്റെ കമ്പനിയായ വെസ്റ്റ് ഫുഡ് കെയർ. ഇന്നത്തെ ഈ നടക്കുന്ന ഫൈനലിൽ 5 ടീമാണുള്ളത്. ഈ 5 ടീമിനെ തിരഞ്ഞെടുത്തത് അവരവരുടെ പ്രദേശത്ത് മത്സരിച്ച് വിജയികളായിട്ട് എത്തിയ 5 പേരാണ്. ഒരു ടീമിൽ 2 പേരാണ്. ഹീത്രൂ എന്നൊരു ടീമുണ്ട്, വാറ്റ്ഫോർഡിൽ നിന്നൊരു ടീമുണ്ട്, ഓക്സ്ഫോർഡിൽ നിന്നൊരു ടീമുണ്ട്, സ്റ്റോക്കോണ്ടനിൽ നിന്നൊരു ടീമുണ്ട്, വിഗൻ, അത് ഈ മാഞ്ചസ്റ്റർ അടുത്തുള്ളൊരു സ്ഥലമാണ്, അവിടെ നിന്നൊരു ടീമുണ്ട്. മൊത്തം 5 ടീമാണ്. നമുക്ക് ഈ ടീം അംഗങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം നമുക്ക് വിഗനീന്ന്, അതായത് മാഞ്ചസ്റ്ററിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് വിഗൻ. അവിടുന്ന് മത്സരത്തിന് എത്തിയിരിക്കുന്നത് ആനി ചേച്ചിയും രമ്യയുമാണ്. അവരാണ് ഒരു ടീം. നല്ല കേരളം മംഗമാരായിട്ടാണ് വന്നിരിക്കുന്നത്, സെറ്റ് സാരി കൊടുത്ത്. അടുത്ത ടീം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓക്സ്ഫോർഡിൽ നിന്നാണ്. ഓക്സ്ഫോർഡിൽ നിന്ന് വന്നിരിക്കുന്നത് പ്രമോദും സുനോജുമാണ്. അടുത്ത ടീം ഡോക്ടർ സുജാ വിനോദിൻ്റെ പാർട്ട്ണർ തേങ്ങാപ്പാൽ പിഴിയാൻ വേണ്ടി അങ്ങോട്ട് മാറിയിരിക്കുകയാണ്. ദിവ്യ ക്ലെമൻ്റ് എന്നാണ്. പുറകെ നമുക്ക് വീഡിയോയിൽ കാണാൻ ആളെ. അടുത്ത ടീം ബാബു ചേട്ടനും ദേവസ്യ ചേട്ടനും. 2 പേരും ഷെഫുമാരാണ്, പ്രൊഫഷണലി ഷെഫുമാരാണ്. അവർക്ക് ഇവിടെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്, റെഡ് ചില്ലി എന്ന് പറയുന്ന റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. അവർ UK ഫേമസ് ആയിട്ടുള്ള 2 പേരാണ്. അടുത്ത ടീം നിങ്ങൾക്കൊരു പക്ഷേ ഈ മുഖം പരിചയമുള്ളതായിരിക്കും, എൻ്റെ പല വീഡിയോയിലും ഇവരുള്ളതാണ്. റിനേഷും വിഷ്ണുവും. ഈ മത്സരത്തിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. 2 മണിക്കൂറാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. 2 മണിക്കൂർ കൊണ്ട് ഒരു അവിയലും ഒരു പായസവും. ഒരു അവിയലല്ല അവർ തയ്യാറാക്കേണ്ടത്, 3 പോർഷനാണ് തയ്യാറാക്കേണ്ടത്. ഈ കോവിഡിൻ്റെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് 3 പോർഷനായിട്ട് അവർ പ്രസൻറ്റ് ചെയ്യണം. അതിനുവേണ്ടിയുള്ള പണിയിലാണ് ഇവർ. മത്സരം തുടങ്ങിക്കഴിഞ്ഞു. ഇവർക്കൊക്കെ അതിനു മുമ്പ് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. സ്ലോട്ടൊക്കെ ഇട്ടാണ് ഇവരുടെ സ്റ്റേഷനൊക്കെ തിരിച്ചത്. 5 ടീമിന് 5 സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. നോക്കി, എല്ലാവരും വളരെ പ്ലസൻ്റ് ഫേസിലാണ് നിൽക്കുന്നത്. നോക്കി, ആർക്കും ഒരു ടെൻഷനൊന്നും കാണുന്നില്ല. ഒരു വീട്ടിൽ കുക്ക് ചെയ്യുന്ന അതേ രീതിയിലാണ് അവർ കുക്ക് ചെയ്യുന്നത്. ശരിക്കും ഇവരുടെ ഈ മത്സരം കണ്ടോ, 2 പേരാണെങ്കിലും 2 പേരും കൂടെ ഒരു ടീം വർക്കായിട്ടാണ് ഈ വർക്ക് നടക്കുന്നത്. ഒരു ടീമിൽ 2 പേരല്ലേ, ആ 2 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെയാണ് ഒരു മത്സരത്തിന് വേണ്ടത്. അവിയലിനരിയുന്നു, അട പുഴുങ്ങുന്നു, അടിപൊളി, എല്ലാം നല്ല സീനായിട്ട് പോകുന്നുണ്ട്. മത്സരം കെങ്കേമമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കേരള തനിമയിൽ തന്നെയാണ് അവർ പാചകം ചെയ്യുന്നത്. മൺചട്ടിയും ഓട്ടുരുളിയും. ഈ മത്സരത്തിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ, ഇവരുണ്ടാക്കുന്ന ഭക്ഷണത്തിന് ടേസ്റ്റിന് 50 മാർക്കും, പ്രസൻറ്റേഷന് 20 മാർക്കും, ക്ലീൻനെസ്സിന് 10 മാർക്ക്, വേസ്റ്റേജിന് 10 മാർക്ക്, ടൈം മാനേജ്മെൻറ്റ് 10 മാർക്ക്. അങ്ങനെ മൊത്തം 100 മാർക്കിലാണ് മാർക്കിടുന്നത്. ഈ മത്സരം കാണാൻ വേണ്ടി ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ലക്ഷ്മി നായരെ കാണാൻ വേണ്ടി വന്നവരുണ്ട്. ലക്ഷ്മി നായരെ സ്വീകരിക്കാൻ വേണ്ടി ഇതിൻ്റെ സംഘാടകരൊക്കെ എത്തിയിട്ടുണ്ട്. കൈരളി UKയുടെ നാഷണൽ സെക്രട്ടറി കുര്യൻ ജേക്കബ്, മാഞ്ചസ്റ്ററിലെ സെക്രട്ടറി ജോസഫ് ഇടുക്കള, ജയൻ എടപ്പാൾ, ഷെഫ് ജോമോൻ, പിന്നെ ഞാനും. UK ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി എക്സിക്യൂട്ടീവ് ഷെഫ് ജോമോനാണ്. ഷെഫ് ജോമോൻ വർക്ക് ചെയ്യുന്നത് ലളിത് എന്ന് പറയുന്ന 5 സ്റ്റാർ ഹോട്ടലിലാണ്. ഷെഫും എത്തിയിട്ടുണ്ട്. ഷെഫ് ജസ്റ്റ് ചേഞ്ച് ചെയ്ത ഉടനെ എൻ്റെ കൂടെ ചേരുന്നതായിരിക്കും. ഷെഫ് ജോമോനും ഞാനും ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും നേരിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഷെഫ് ജോമോന് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വളരെ അധികം ഫോളോവേഴ്സ് ഉള്ള ഒരു ഷെഫാണ്. UK മലയാളികൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു ഷെഫാണ് ഷെഫ് ജോമോൻ. കുക്കിംഗ് കോമ്പറ്റീഷൻ്റെ ഏകദേശം പകുതി സമയമായിട്ടുണ്ട്. പായസമൊക്കെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്നു. അവിയൽ, പായസം ഇതൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷെങ്കിൽ ഇത് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നതിനകത്താണ് അവരുടെ കഴിവ്. വാറ്റ്ഫോർഡിൽ നിന്നുള്ള
പ്രിനേഷിൻ്റെയൊക്കെ ടീമാണിത്. അവർ അടപ്രഥമൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ദ ഓക്സ്ഫോർഡ് ടീം അവിയലിനുള്ള സംഭവമൊക്കെ അരിഞ്ഞു കൂട്ടുന്നു. ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല പ്രത്യേക ഒരു ചന്തമാണ്. നോക്കി, ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു സംഭവമാണ്. എല്ലാവരും വളരെ എൻജോയ് ചെയ്താണ് കുക്ക് ചെയ്യുന്നത്. യാതൊരു ടെൻഷനും ഒരു കോണ്ടസ്റ്റൻറ്റിൻ്റെ മുഖത്തും ഇല്ല. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ട്രോക്ക് കോണ്ടൻറ്റിൽ നിന്നുള്ള ബാബു ചേട്ടൻ്റെയും ദേവസ്വ ചേട്ടൻ്റെയും കുക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. അവരിനി പ്ലേറ്റിങ്ങിലുള്ള പരിപാടിയാണ്. നല്ല തനതായിട്ടുള്ള രീതിയിൽ മൺചട്ടിയിലാണ് അവർ അവിയലൊക്കെ വെച്ചിരിക്കുന്നത്. ഓട്ടുരുളികളിൽ പായസവും. ദ ഷെഫ് ജോമോൻ കണ്ടസ്റ്റൻറ്റിനോടൊക്കെ കാര്യങ്ങളൊക്കെ തിരക്കുകയാണ്. ഇതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്, എന്ത് വ്യത്യസ്തതയാണ് നിങ്ങൾ ഇതിനകത്ത് കൊണ്ടിരുന്നത് ഒക്കെയാണ് തിരക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ 5 ടീം അംഗങ്ങളും ഇവിടെ വന്നതിന് ശേഷമാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുന്നത്, പരിചയപ്പെടുന്നതൊക്കെ. പക്ഷേ അവരൊരു മത്സര ബുദ്ധിയോടുകൂടിയല്ല ഈ മത്സരത്തെ കാണുന്നത്. വളരെ ലാഘവത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് വളരെ വളരെ രസിച്ചാണ് അവർ ഈ കോമ്പറ്റീഷനെ നേരിടുന്നത്. അങ്ങനെ ചെയ്യുമ്പം നമുക്കൊരു ടെൻഷൻ നമുക്കുണ്ടാകത്തില്ല. ഏതായാലും വളരെ നല്ല രീതിയിലാണ് സംഭവം മുന്നോട്ട് പോകുന്നത്. ഏകദേശം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഫുഡ് എല്ലാം റെഡി ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എന്നാ പ്രസൻറ്റേഷനാണെന്ന് നോക്കി, ഒന്നൊന്നിനെ മാറ്റി നിർത്തുന്ന രീതിയിലുള്ള പ്രസൻറ്റേഷനാണ് എല്ലാവരുടെയും. ഇനി ടേസ്റ്റിംഗ് കൂടെ ചെയ്താൽ മതി. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ മാർക്കിൻ്റെ ക്രൈറ്റീരിയകളൊക്കെ ഞങ്ങൾ മാഡത്തിനോടൊന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. 3 ജഡ്ജസിനും 3 പ്ലേറ്റിലാണ് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നമുക്ക് ഒരു അമ്പരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസൻറ്റേഷനാണ്. ആകെ കൺഫ്യൂഷനായി. ഇനി ടേസ്റ്റിംഗ് മാത്രം നോക്കിയാൽ മതി. ആദ്യം തന്നെ ഡോക്ടർ ലക്ഷ്മി നായർ തന്നെ ടേസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ 5 പേരുടെയും ഭക്ഷണം ടേസ്റ്റ് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ ഇച്ചിരി വെള്ളം കുടിക്കുന്നുണ്ട്. ആദ്യം അവിയലാണ് നമ്മൾ ടേസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ടീമിൻ്റെ അവിയലും പായസവും മാഡം ടേസ്റ്റ് ചെയ്തു. ഞാനൊരു ഗ്ലാസ് വെള്ളം കൊടുത്തു. മറ്റൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം കൊടുത്തിരിക്കുന്നത്. മാഡത്തിൻ്റെ തൊട്ട് പുറകെ ഞാനും ഷെഫ് ജോമോനും ഓരോരുത്തരുടെയും അവിയലും പായസം ടേസ്റ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് തന്നെ നമ്മൾ മാർക്കും ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒന്നൊന്നിനെ വെല്ലുന്ന രീതിയിലുള്ള അവിയലും പായസമാണ് ഓരോ കണ്ടസ്റ്റൻറ്റും തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് ഇതിനകത്ത് പ്രൈസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ശരിക്കും വളരെ 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 അധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. UK ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു കുക്കിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നത്, അതും പ്രൊഫഷണൽ രീതിയിൽ തന്നെയാണ് നടന്നത്. ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്നൊന്നിനേക്കാളും മെച്ചമായിട്ടുള്ള രീതിയിലാണ് ഈ അവിയലും പായസവും തയ്യാറാക്കിയിരിക്കുന്നത്. ശരിക്കും ഞങ്ങൾക്കും വളരെ കൺഫ്യൂഷനായിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് ഫുഡുകൾ. മത്സരം ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡും കൊടുത്തേ പറ്റത്തുള്ളൂ. ശരിക്കും ഞങ്ങൾക്ക് ഒത്തിരി ടെൻഷൻ ഉണ്ടാക്കിയൊരു മത്സരമാണിത്. അതുപോലെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ എടുത്തിരിക്കുന്ന എഫേർട്ട്. ശരിക്കും അങ്ങനെ മത്സരത്തിന് നമ്മൾ മാർക്കൊക്കെ ഇട്ടിട്ടുണ്ട്. മാർക്ക് നമ്മൾ സംഘാടകരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി സമ്മാനദാനമാണ്. അങ്ങനെ നമ്മൾ സമ്മാനദാനത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം വിളിക്കുന്നത് തേർഡ് പ്രൈസാണ്. തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് സ്ട്രോക്ക് കോണ്ടൻറ്റിൽ നിന്നുള്ള ബാബു ചേട്ടനും ദേവസ്വ ചേട്ടനുമാണ്. അഭിനന്ദനങ്ങൾ. സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് വാറ്റ്ഫോർഡിൽ നിന്നുള്ള അജിത് വിഷ്ണുവിനും റിനീഷിനുമാണ്. അവർക്കും അഭിനന്ദനങ്ങൾ. എല്ലാവരും ഉറ്റു നോക്കിയിരിക്കുന്ന ഫസ്റ്റ് പ്രൈസാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് വിഗനിൽ നിന്നുള്ള ആനി ചേച്ചിക്കും രമ്യയ്ക്കുമാണ്. പ്രത്യേക അഭിനന്ദനങ്ങൾ. മത്സരിച്ച എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങളാണ്. ശരിക്കും വളരെ നിസ്സാര മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് വിജയികളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പ്രൈസ് 300 പൗണ്ടും മൊമെൻറ്റോ ആണ്. സെക്കൻഡ് പ്രൈസ് 200 പൗണ്ടും മൊമെൻറ്റോ ആണ്. തേർഡ് പ്രൈസ് 100 പൗണ്ടും മൊമെൻറ്റോ ആണ്. ഫോർത്തിനും ഫിഫ്ത്തിനും മൊമെൻറ്റോ നൽകുന്നുണ്ട്. ഈ ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ ഇതിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് കൈരളി UK നാഷണൽ കമ്മിറ്റിയാണ്. നാഷണൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയ രാജൻ, നാഷണൽ കമ്മിറ്റിയുടെ സെക്രട്ടറി കുര്യൻ ജേക്കബ്, നാഷണൽ കമ്മിറ്റി ട്രഷറർ ജയൻ എടപ്പാൾ, അതുപോലെ തന്നെ നാഷണൽ കമ്മിറ്റി അംഗം സന്തു ജോർജ്, മാഞ്ചസ്റ്ററിലെ കൈരളിയുടെ ഭാരവാഹികളായിട്ടുള്ള ഹരീഷ്, ബിജു ആൻ്റണി, ജോസഫ് ഇടുക്കള, ജനേഷ് നായർ, അതുപോലെ തന്നെ ഈ ഹോട്ടൽ ഈ ഒരു മത്സരത്തിന് വേണ്ടി വിട്ടുകൊടുത്ത അനൂപ് ചേട്ടൻ, ഇവരോടൊക്കെ പ്രത്യേക ഒരു നന്ദി പറയുകയാണ്. ഒരു സാംസ്കാരിക സംഘടന നടത്തിയ ഒരു പ്രോഗ്രാം ഇത്രയും വിജയമാക്കിയതിന് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസം കിട്ടില്ലെന്നൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ ടുഡേ. താങ്ക് യു വെരി മച്ച്.
എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമാണ് കൈരളി യുകെയുടെ ഫുഡ് കോമ്പറ്റീഷനിൽ ഒരു ജഡ്ജായിട്ട് എത്തുക എന്നുള്ളത്. അതും പ്രഗത്ഭരായിട്ടുള്ള 2 വ്യക്തികളുടെ കൂടെ. ഒന്ന് ഡോക്ടർ ലക്ഷ്മി നായർ, അതുപോലെ തന്നെ യുകെയുടെ അഭിമാനമായിട്ടുള്ള ഷെഫ് ജോമോൻ. കൈരളി യുകെയോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോയോട് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസം കിടിലൻ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. ബൈ ടുഡേ. താങ്ക് യു വെരി മച്ച്.